ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയാസ് വേഡിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബർമസിലി കൊണ്ടൊരു ഉപ്പുമാവാണ്. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നോക്കാം. ബർമസിലി 150 ഗ്രാം എടുത്തിട്ടുണ്ട്. മുന്തിരിങ്ങ കുറച്ച് ആവശ്യത്തിന്, ഒരു സവാള എടുത്തിട്ടുണ്ട്, അണ്ടിപ്പരിപ്പ് കുറച്ച് എടുത്തിട്ടുണ്ട്, ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് ഈ ബർമസിലി ഒന്ന് തിളപ്പിച്ച് എടുക്കാം. തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ സവാള, പച്ചമുളകും ടൊമാറ്റോയും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇത് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് കഴുകി കഴുകിയെടുക്കാം. കഴുകി ഊറ്റി എടുത്തിട്ടുണ്ട്, നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് നീക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ഇളക്കി വയ്ക്കാം. ഇത് തങ്ങളിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് വയ്ക്കുന്നത്. അപ്പം നമ്മൾ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ടൊമാറ്റോ നീളത്തിന് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്, പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചു, ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് എണ്ണ ചേർക്കാം. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് പാത്രം വയ്ക്കാം. ഇതിലേക്ക് 2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് 1/4 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പകുതി വേവ് ആയി വരണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് 1 സ്പൂണ്, ടേബിൾ സ്പൂണാണ്, 1 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് 1 മുട്ട, നമുക്ക് നാടൻ മുട്ടയാണ്, ഒരു മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഇങ്ങനെ നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്യാം. ഈ ഊറ്റി വെച്ചിരിക്കണം, ഇത് വേവിച്ച് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് നമുക്ക് എളുപ്പം തന്നെ തയ്യാറാക്കാം. 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാം എന്നുള്ളതേ ഉള്ളൂ. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ സേമിയ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് കാണും, പ്ലേറ്റിലോട്ട് മാറ്റാം. ഇന്നത്തെ നമ്മുടെ സേമിയ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ സോസുണ്ട് കഴിക്കാൻ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമസ്കാരം.